Okay, my dear students, അപ്പോൾ നമുക്ക് ഇന്നത്തെ HRM ന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. അപ്പോൾ രണ്ട് ക്ലാസ് എൻ്റെ കഴിഞ്ഞു. പെർഫോമൻസ് അപ്രൈസലാണ് ഞാൻ എടുക്കേണ്ടായിരുന്നത് അല്ലേ. ഓർമ്മയില്ലേ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ, അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ്, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയി അല്ലേ. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റിലേക്ക് പോകാം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതലൊക്കെ നമുക്ക് നമ്മുടെ ഇൻട്രാക്ഷൻ സെഷനിലേക്ക് എന്ത് ചെയ്യാം, കിടക്കാം. അപ്പോൾ അധികം നമുക്ക് നേരം വയ്ക്കാതെ വി ക്യാൻ മൂവ് ടു അവർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പോകാം. Okay, first of all, I'm saying a very good morning to every students and welcome back again to our online ക്ലാസ് സെഷനിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും എന്ത് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നതിന് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് അറിയണം അല്ലേ. കറക്റ്റായിട്ട് നമുക്ക് അറിയണം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസലാണ് പറയേണ്ടായിരുന്നത് അല്ലേ. അതിൽ ഞാൻ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സിലെ 5 മെത്തേഡ്സുകൾ നമ്മൾ എന്ത് ചെയ്തു, ദാറ്റ് വി ഡിസ്കസ്ഡ്. ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു ഏബിൾ ടു റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അബൌട്ട് ദി റേറ്റിംഗ് സ്കെയിലിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് ചെക്ക് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ദി അനദർ മെത്തേഡ് ഈസ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞു. ആൻഡ് ദി ഫോർത്ത് മെത്തേഡ് വി ഡിസ്കസ്ഡ് ഈസ് അബൌട്ട് ദി ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ബിഹേവിയറലി ആൻകേർഡ് റേറ്റിംഗ് സ്കെയിൽ. ഇതാണ് നമ്മൾ 5 ഡിസ്കസ് ചെയ്ത്. ടുഡേ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അതിന്റെ ബാക്കിയുള്ള 5 മെത്തേഡ്സും കൂടി നമുക്ക് ആസ് പെർ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. ആ 5 മെത്തേഡ്സിലും പിന്നെ നമുക്ക് കുറച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പോർഷനും കൂടി എന്ത് ചെയ്യണം, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യും കേട്ടോ. അപ്പോൾ ബി സീരിയസ്, നന്നായി സീരിയസോട് കൂടി തന്നെ പഠിക്കുക. ഇനി നമുക്കറിയാലോ ഈ ഒരു സെം ഇങ്ങനെ തന്നെയൊക്കെ പോകും. ഓക്കെ, മതി, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ധാരാളമായി അല്ലേ. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 5 മെത്തേഡ് പഠിച്ചതിൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ട്രഡീഷണൽ മെത്തേഡാണ് പെർഫോമൻസ് ടെസ്റ്റ് ആൻഡ് ഒബ്സർവേഷൻ മെത്തേഡ്. എന്താണ് പറയുന്നത്? പെർഫോമൻസ് ടെസ്റ്റ് ആൻഡ് ഒബ്സർവേഷൻ മെത്തേഡ്. എന്താണ് ഈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അല്ലെ, അതിനുള്ള നമ്മൾ പെർഫോം ചെയ്യുക എന്ന് പറയാം. അപ്പൊ പെർഫോമൻസ് ഇത് എന്താണ് നമുക്ക് നോക്കാം അല്ലെ. ഇതൊരു അപ്പോൾ മനസ്സിലാക്കുക, ഇതൊരു മെത്തേഡ് ഓഫ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പെർഫോമൻസ് ഇവാലുവേഷൻ അഥവാ അപ്രൈസൽ ആണ്. എന്താണ് ഇതിൽ ചെയ്യുന്നത്? പെർഫോമൻസ് ഇവാലുവേഷൻ ഈസ് ഡൺ ബേസ്ഡ് ഓൺ ദി ടെസ്റ്റ് ഓഫ് നോളേജ് ഓർ സ്കിൽസ് ഓഫ് എംപ്ലോയീസിന്റെ സ്കിൽസ്, അവരുടെ കഴിവുകൾ, അവരുടെ നോളേജ്, അതിന്റെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് അവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, പെർഫോമൻസ് ടെസ്റ്റ് ആൻഡ് ഒബ്സർവേഷൻ. ക്ലിയർ അല്ലേ? It is done based on the test of എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത്? നോളേജ് ഓർ സ്കിൽസ് ഓഫ് ദി എംപ്ലോയീസ്. പിന്നെ എന്താണ് അതിൽ പറയുന്നത്? The test may be conducted in writing. ഇത് എന്ത് ചെയ്യും? റൈറ്റിംഗിലാണ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓർ ആക്ച്വൽ പ്രസന്റേഷൻ ഓഫ് സ്കിൽ, അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈവൻ ഇപ്പോൾ ഒരു ഹൈ എംപ്ലോയി ഒക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ കിട്ടുന്ന പോലെ PPT ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരോട് ഒരു വർക്ക് ചെയ്യാൻ പറയാം. അവർ ആക്ച്വലി അത് എന്ത് ചെയ്യുന്നു, ദേ വിൽ പ്രസന്റ് ഇറ്റ് ഓൺ ഇൻ ഫ്രണ്ട് ഓഫ് ദി അപ്രൈസറിന്റെ മുൻപാകെ അവരത് എന്ത് ചെയ്യുന്നു, അവരത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ബൈ ദ എംപ്ലോയിയോട് ഒന്നെങ്കിൽ അത് എഴുതാൻ പറയും. നിങ്ങളുടെ കഴിവ് ഇപ്പോൾ ഒരു ടെസ്റ്റ് പോലെ ആലോചിക്കുമ്പോൾ നിങ്ങളോട് എക്സാം നടത്തണില്ലേ, അപ്പോൾ അതുപോലെ ഒരു റിട്ടേൺ ടെസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ പറയാറില്ലേ ഒരു PPT എടുക്കുക, നിങ്ങൾ സെമിനാർ എടുക്കുക എന്നൊക്കെ പറയാം. അപ്പൊ അതേപോലെ എന്ത് ചെയ്യാണ്, അങ്ങനെ ചെയ്ത് അവര് വിലയിരുത്തുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഏതാ ഈ പെർഫോമൻസ് ടെസ്റ്റ് ആൻഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഈ മെത്തേഡ് വളരെ റിലയബിൾ ആണ്. ദിസ് മെത്തേഡ് ഈസ് വെരി മച്ച് റിലയബിൾ. അത് വളരെ വിശ്വസനീയമാണ്. ഒരു എംപ്ലോയി തന്നെ വന്നിരുന്ന് എഴുതുകയാണ്, പിന്നെ അല്ലെങ്കിൽ ആക്ച്വൽ പ്രസന്റേഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ വേറൊരാളും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ആളെ വെച്ചിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ. അപ്പോൾ അത് റിലയബിൾ, വളരെ വിശ്വസനീയമായ ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ വളരെ ഈസിയാണ്. വലിയ കോസ്റ്റ് ഒന്നും വരില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഒരു ടു ആക്ട് ആസ് എ മാനേജർ, അല്ലെങ്കിൽ നിങ്ങൾ what you will do in a particular situation എന്നൊക്കെ പറഞ്ഞ് അത് ആക്ച്വലി പ്രസന്റ് ചെയ്യാൻ പറയും. അപ്പൊ അതിന് വലിയ ചെലവും അങ്ങനെ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു മെത്തേഡാണ് പെർഫോമൻസ് ടെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ വളരെയധികം ഭയങ്കരമായിട്ടൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ദിസ് മെത്തേഡ് മേ നോട്ട് ഗെറ്റ് കോപ്പറേഷൻ ഓഫ് ദി എംപ്ലോയീസ്. പക്ഷെ ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസും ഒട്ടും പ്രിഫർ ചെയ്യാത്തൊരു മെത്തേഡാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. അവരൊരു സഹകരണം ഇതിനകത്ത് കിട്ടില്ല. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ പരീക്ഷയ്ക്ക് എഴുതാൻ പറയുമ്പോൾ അല്ലെ, ഇന്ന് വേണ്ട മിസ്സേ, പരീക്ഷ വേണ്ട മിസ്സേ, അങ്ങനെയൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ എന്താണ്, എംപ്ലോയീസിന്റെ കോപ്പറേഷൻ കിട്ടാത്ത ഒരു മെത്തേഡാണ് ദാറ്റ് ഈസ് ദ പെർഫോമൻസ് ടെസ്റ്റ് ആൻഡ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇതാണ് നമ്മുടെ 6th മെത്തേഡ്. നമുക്ക് നെക്സ്റ്റ് എന്ത് മെത്തേഡാണെന്ന് നോക്കാം. നെക്സ്റ്റ്
നെക്സ്റ്റ് മെത്തേഡ് പറയുന്നതാണ് കോൺഫിഡൻഷ്യൽ റെക്കോർഡ്. ഇതും ഒരു മെത്തേഡ്. കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ രഹസ്യ സ്വഭാവം എന്നാണ് പറയുക. കോൺഫിഡൻഷ്യൽ റെക്കോർഡ് മെത്തേഡ് എന്ന് പറയുന്നതും വൺ ഓഫ് ദി ട്രഡീഷണൽ മെത്തേഡാണ്. ഇപ്പൊ ഞാൻ ആദ്യം നമുക്ക് പറയാം, ഇത് സാധാരണയായിട്ട് ഇത് ഗവൺമെന്റ് എംപ്ലോയീസിന് വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. മറ്റുള്ളവർക്കും യൂസ് ചെയ്യാറുണ്ടെങ്കിലും കോമൺലി ഇത് എവിടെ യൂസ് ചെയ്യുന്നു? ഗവൺമെന്റ് എംപ്ലോയീസിലാണ് ചെയ്യുക. ഇതിനു വേണ്ടി അപ്രൈസർ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ECR എന്ന് പറയും, ഒരു ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കും. അതാണ് ഇതിൽ ചെയ്യുക, ഈ കോൺഫിഡൻഷ്യൽ റെക്കോർഡ് മെത്തേഡിൽ ചെയ്യുക. ഇനി നമുക്ക് നോക്കാം എന്താണ് സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. ദിസ് മെത്തേഡ് is commonly used for evaluation of performance of government employees. Clear അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. And the supervisor prepares, supervisor അല്ലെങ്കിൽ ആരാണോ അപ്രൈസ് ചെയ്യുന്നത്, one who supervises അല്ലെങ്കിൽ one who makes an appraise, അയാളാണ് നമ്മൾ, അദ്ദേഹത്തെയാണ് നമ്മൾ അപ്രൈസർ എന്ന് പറയുന്നത്. ഒരു ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഓഫ് ദി എംപ്ലോയീസിന്റെ ഒരു ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇനി അത് തയ്യാറാക്കണം വെറുതെ അങ്ങനെ തയ്യാറാക്കാൻ പറ്റുമോ? നമ്മുടെയൊക്കെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ എന്തൊക്കെ നോക്കുന്നതാണ് പറയുന്നത്? സർട്ടൻ ക്രൈറ്റീരിയാസ് നോക്കും. ചില ക്രൈറ്റീരിയാസ് എന്താണ്? ചില കണ്ടീഷൻസ്, ചില സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചില ക്രൈറ്റീരിയാസ് വെക്കും. എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് അവരുടെ അറ്റൻഡൻസ്, സ്ഥിരമായിട്ട് അവർ വരുന്നുണ്ടോ, ലീവ്സ് ടേക്കൺ, എത്ര ലീവ് അവരെടുക്കാറുണ്ട്, അവരുടെ ഇന്റഗ്രിറ്റി, ദാറ്റ് ഈസ് അവരുടെ ക്വാളിറ്റി എങ്ങനെയാണ്, അവരുടെ ടീം വർക്ക് എങ്ങനെയാണ്, അതൊക്കെ നോക്കിയിട്ട് അതുകൂടാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എക്സിറ്റ് ഇട്ടിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കും, അവരുടെ റീസണിങ് എബിലിറ്റി, എത്രമാത്രം ചിന്തിച്ച് ചെയ്യാനുള്ള കഴിവ് അവരുടെ ഉണ്ട്. കറേജ്, നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി നിങ്ങൾക്ക് കാണാം കേട്ടോ. നിങ്ങളുടെ കയ്യിലൊക്കെ ടെക്സ്റ്റ് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഷോ ഓഫ് കറേജ്, ഒരു അപകടം, ഒരു കമ്പനിയുടെ ഒരു അപകടം നടന്നു പെട്ടെന്ന്, അപ്പൊ അവിടെ അവർ എത്രമാത്രം കറേജ് എടുത്തു, ധൈര്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തു. അവരുടെ കോൺഫിഡൻസ് ലെവൽ എത്രയാണ്. ടീം വർക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീം വർക്ക് അല്ലെ. ഒരു ടീമായിട്ട് വർക്ക് ചെയ്താൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും പറയും, ഒരു സബ്ജക്റ്റിലെ ആ ടീച്ചറും കുട്ടികളും ഒരു ടീമായിരിക്കണം, എന്നാലാണ് വിചാരിച്ച റിസൾട്ട്സ് എന്ത് കിട്ടുള്ളൂ, നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ടീം വർക്ക്, വില്ലിംഗ്നെസ് ടു ഒബേ ഇൻസ്ട്രക്ഷൻസ്, അതായത് അവരുടെ ഹയർ ലെവൽ അതോറിറ്റി അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എത്രമാത്രം ഏറ്റെടുത്ത് ചെയ്യാൻ അവർ തയ്യാറാണ്. അവരുടെ ഗ്രൂപ്പ് ബിഹേവിയർ എങ്ങനെയാണ്, അതായത് ഒരു ഗ്രൂപ്പിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറെ ക്രൈറ്റീരിയാസ്. അപ്പൊ ഞാൻ രണ്ടോ മൂന്നെണ്ണമൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ടെക്സ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മറ്റുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് കാണാം. അങ്ങനെയുള്ള കുറെ ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയ്യണത് നമ്മുടെ സൂപ്പർവൈസർ അഥവാ അപ്രൈസർ ഒരു ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? ദി എംപ്ലോയീസ് റേറ്റഡ് ഓൺ ദീസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ക്രൈറ്റീരിയാസ് അഥവാ പാരാമീറ്റേഴ്സ് നോക്കിയിട്ട് അത് അവർക്ക് ഒരു മാർക്ക് ഇടും. അതായത് ഫോർ എക്സാമ്പിൾ അറ്റൻഡൻസിന് ചിലപ്പോൾ അവർക്ക് 100% ഉണ്ടാവും, ലീവ് ടേക്കണ് ചിലപ്പോൾ കൂടുതൽ ലീവ് എടുത്തണം, അപ്പോൾ കുറച്ച് മാർക്ക് കുറയും. അപ്പൊ അങ്ങനെ പാരാമീറ്റേഴ്സ് നോക്കുന്നു. ആൻഡ് ഇങ്ങനെ ഈ പാരാമീറ്റേഴ്സ് വെച്ച് റേറ്റ് ചെയ്തത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യണത്. ആൻഡ് ദിസ് റേറ്റ്സ് ആർ യൂസ്ഡ് ഫോർ പേ ഇൻക്രീസ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ എക്സെട്ര. ഇത് വെച്ച് നോക്കിയിട്ടാണ് അവരുടെ സാലറി ഇൻക്രീസ് ചെയ്യണോ, അവരെ പ്രൊമോട്ട് ചെയ്യണോ, ട്രാൻസ്ഫർ ചെയ്യണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, തീരുമാനിക്കുക എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇതാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കോൺഫിഡൻഷ്യൽ റെക്കോർഡ് മെത്തേഡ്. ഇനി എന്താണ് പറയുന്നത്? അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നുണ്ട്. ദ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് ഡൺ കോൺഫിഡൻഷ്യലി ആൻഡ് സീക്രസി ഈസ് മെയിൻറ്റെയിൻ. അതാണ് വളരെ രഹസ്യത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ആയിട്ട് പറയാമെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും ഇഷ്ടമുണ്ടാവില്ല അല്ലെ, നമ്മുടെ എന്തെങ്കിലും കുറവുകൾ നമുക്കുണ്ടെങ്കിൽ എന്താണ് നമ്മളത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു മെത്തേഡിനുണ്ട്. ഒരാളുടെ കുറവ് മറ്റൊരു വർക്കർ അറിയാൻ പോകുന്നില്ല. ആ സീക്രസി കൃത്യമായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് എന്താണ്? ഈ റേറ്റിംഗ് നടത്തി ഫീഡ്ബാക്ക് തരും. ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തിട്ട് ഞങ്ങൾ നിങ്ങളോട് ഫീഡ്ബാക്ക് തരാൻ പറയും അല്ലെ, മറുപടി തരാൻ പറയും. അപ്പൊ അതേപോലെ തന്നെ ഫീഡ്ബാക്ക് എങ്ങനെയാ തരാന്നാണ് പറയുന്നത്. ഫീഡ്ബാക്ക് ഓഫ് ദ റേറ്റിംഗ് ഈസ് ഗിവൺ ഓൺലി ടു ദോസ് എംപ്ലോയീസ്. ആർക്ക് മാത്രമേ ആ ഫീഡ്ബാക്ക് കൊടുക്കുള്ളൂ? ഹു ഫെയിൽ ടു റീച്ച് ദ എക്സ്പെക്ടഡ് സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് എത്താൻ പറ്റാത്ത എംപ്ലോയീസിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫീഡ്ബാക്ക് കൊടുക്കുള്ളൂ. മറ്റുള്ളവർക്ക് അപ്പൊ അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും കാര്യങ്ങളില്ല. എല്ലാവരും ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ കുറിച്ചൊരു ഫീഡ്ബാക്ക്, ചീത്തയായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിയാൽ നമുക്കൊരു എത്രയായാലും അല്ലേ ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്യണം, അത് ആവശ്യമാണ്. കാരണം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആ ഫീഡ്ബാക്ക് ആവശ്യമാണ്. അപ്പൊ ആ ഫീഡ്ബാക്ക് എല്ലാ എംപ്ലോയീസിനും ഒന്നും അറിയിക്കുന്നില്ല. ആർക്കാണോ അത് വളരെ രഹസ്യമായി വിളിച്ച് അവരോട് ഇന്ന കാര്യങ്ങൾ പറയും. അപ്പൊ അത് വേറെ ആരും അറിയുന്നില്ല. അപ്പൊ അതൊരു വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഈ കോൺഫിഡൻഷ്യൽ റെക്കോർഡിന്റെ. ഇനി എന്താണ് അതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ദർ ഈസ് ഓൾവേസ് എ സ്കോപ്പ് ഫോർ സബ്ജക്റ്റീവ് ഇവാലുവേഷൻ ഓഫ് ദിസ് മെത്തേഡ്. ഞാൻ എപ്പോഴും സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയും. സബ്ജക്റ്റീവ് എന്ന് പറയണമെങ്കിൽ ഇൻഫ്ലുവൻസ് എന്നാണ് അർത്ഥം. അതായത് മറ്റുള്ള ഒരാളുടെ ഇൻഫ്ലുവൻസ് അതിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിന്റെ റിസൾട്ട്സ് ആരും അറിയുന്നില്ല. അപ്പൊ സൂപ്പർവൈസർക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് ലോയിൽ നിൽക്കുന്ന എംപ്ലോയീസിനും ചിലപ്പോൾ റേറ്റ് കൂടുതലിട്ട് കൊടുക്കും. കാരണം
നോബഡീസ് എന്താണ് നോ വൺ ഈസ് എന്താണ് നോയിങ് ദ റിസൾട്ട്. അവർക്ക് ആർക്കും റിസൾട്ട് അറിയുന്നില്ല. അതുകൊണ്ടാണ് അത് ഗവൺമെന്റിൽ അങ്ങനെയെന്ന് പറയുന്നത്. ആരും അങ്ങോട്ടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. കുറച്ച് കഴിവ് കുറഞ്ഞവർക്ക് മാത്രമേ ഈ റിസൾട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ അപ്രൈസർക്കോ സൂപ്പർവൈസർക്കോ ഒരു ഫേവറിസം ഉള്ള ആളുകൾക്ക് മാർക്ക് അല്ലെങ്കിൽ റേറ്റ് കൂട്ടിയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. ഇവാലുവേഷൻ നടത്തുന്നതിൽ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു ഫേവറിസം കടന്നു വരാം. ക്ലിയർ ആയോ? ഇത്രയാണ് കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സിൽ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം ഈ മെത്തേഡ്. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് മെത്തേഡിലേക്ക് നമുക്ക് പോകാം. അതിൽ പറയുന്നത് നെക്സ്റ്റ് മെത്തേഡാണ് ട്രഡീഷണൽ മെത്തേഡ് കേട്ടോ. എസ്ഐ മെത്തേഡ്. നമ്മൾ എക്സാമിനൊക്കെ എസ്ഐ എഴുതില്ലേ, അതേപോലെ തന്നെ നമ്മൾ എസ്ഐ മെത്തേഡ് എന്താന്ന് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് സൂപ്പർവൈസർ ഓർ റേറ്റർ മേക്സ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എംപ്ലോയി പെർഫോമൻസ്. ഇവിടെ എന്താ ചെയ്യുന്നത്, എംപ്ലോയീസിനെ കുറിച്ച് ഒരു വളരെ നമ്മളൊരു എസ്ഐ എഴുതി തയ്യാറാക്കുന്നത് പോലെ തന്നെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തയ്യാറാക്കും. ആലോചിച്ച് നോക്കിയേ, അതാണ് എസ് എ മെത്തേഡിൽ ചെയ്യുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് സൂപ്പർവൈസർ ഓർ റേറ്റർ മേക്സ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എംപ്ലോയി പെർഫോമൻസ്. അപ്പൊ കുറച്ച് സമയം എടുക്കുന്നൊക്കെ ആലോചിക്കാട്ടോ. ഒരു എംപ്ലോയിനെ കുറിച്ച് ആലോചിച്ച് അയാളെ കുറിച്ച് അയാളുടെ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സ് ഇങ്ങനെ എഴുതി തയ്യാറാക്കുന്നതാണ് പറയണത്. എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് അവർ ആ എസ് എ തയ്യാറാക്കും എംപ്ലോയിയെ കുറിച്ചിട്ട്. ദീസ് ഇൻക്ലൂഡ് ഹിസ് എബിലിറ്റി ടു യൂസ് ദ സ്കിൽസ്. ആ എംപ്ലോയി അയാളുടെ സ്കിൽസ് എത്ര ഭംഗിയായി യൂസ് ചെയ്യുന്നു, അയാളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്, ഒരു എംപ്ലോയിയുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്, ഒരു എംപ്ലോയിക്ക് ട്രെയിനിങ് ആവശ്യമുണ്ടോ, ട്രെയിനിങ് നീഡ്സ് ഓഫ് എംപ്ലോയി, പിന്നെന്താണ് വില്ലിംഗ്നെസ് ടു ആക്സെപ്റ്റ് ദ ന്യൂ അസൈൻമെന്റ്സ്. ഒരു പുതിയ അസൈൻമെന്റ്സ് കൊടുത്താൽ പേടിച്ച് പിന്മാറോ അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവാത്ത എംപ്ലോയി ആണോ, അതോ മുന്നോട്ട് വന്ന് ഓക്കെ ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞു വരുന്നതാണോ, ആ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യും. ആൻഡ് ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് ദി എംപ്ലോയി. അത് കൂടാതെ മൊത്തം ഈ പറയുന്ന പോയിന്റുകളൊന്നും കൂടാതെ മൊത്തം അയാൾ എങ്ങനെ പെരുമാറുന്നു, അയാളുടെ വരവ് എങ്ങനെയാണ്, പോക്ക് എങ്ങനെയാണ്, അയാൾ അനാവശ്യമായി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ക്രൈറ്റീരിയസ് ഇല്ലേ കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സിൽ, ആ ക്രൈറ്റീരിയസ് ഒക്കെ തന്നെ ഈ ഒരു എസ് എ മെത്തേഡിലും വെച്ച് കൺസിഡർ ചെയ്യും. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് സൂപ്പർവൈസറോ അപ്രൈസറോ എന്ത് ചെയ്യുന്നു, ഒരു എംപ്ലോയിനെ കുറിച്ച് ഒരു ലോങ് എസ് എ തയ്യാറാക്കുന്നു. എന്നിട്ട് അതിന്റെ ബേസിസിൽ അയാളെ റേറ്റ് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് എസ് എ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ എഴുതാം, ഓരോ കാര്യങ്ങൾ എഴുതാം. ടൈം കൺസ്യൂമിങ്, ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കൊരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ എഴുതാൻ പറ്റണം. ഒന്ന് നമുക്ക് പറയാം അല്ലെ, ടൈം കൺസ്യൂമിങ് ആണ്, ലോട്ട് ഓഫ് പേപ്പർ വർക്ക് ഉണ്ട്, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. ഇതിന്റെ അഡ്വാൻറ്റേജ് ഇവിടെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള എന്താണ്, ഇതൊരു ക്വാളിറ്റേറ്റീവ് അസസ്മെന്റ് ആണ് നടത്തുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ക്വാളിറ്റേറ്റീവ് അസസ്മെന്റ് ഓഫ് ദി എംപ്ലോയി ആണ് ഇതിൽ നടത്തുന്നത് എസ് ഐ മെത്തേഡ്. അയാളുടെ ക്വാളിറ്റീസ് എന്താണെന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിൽ അസസ്മെന്റ് നടത്തുന്നുള്ളൂ. അയാൾ എത്ര വർക്ക് ചെയ്യുന്നു, എത്രമാത്രം അയാൾ ഇത്ര വർക്ക് അയാൾ ചെയ്തു, ഇത്ര യൂണിറ്റ്സ് അയാൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അസസ്മെന്റ് ഇതിൽ നടത്തുന്നില്ല. ക്ലിയർ? അപ്പൊ ഇതൊരു ക്വാളിറ്റേറ്റീവ് അസസ്മെന്റ് ആണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നും പറയാം, നമുക്ക് ഡിസഡ്വാൻറ്റേജ് രണ്ടും പറയാട്ടെ. ഏത് പോയിന്റും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റണം, യു മസ്റ്റ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്, ഒരു എംപ്ലോയിയുടെ ക്വാളിറ്റീസ് അറിയും. അപ്പൊ അയാൾ ഇത്ര വർക്ക് ചെയ്യണമെന്നുള്ളതുകൊണ്ട് കാര്യമില്ല, ചിലപ്പോൾ അയാളുടെ സ്വഭാവം നല്ലതല്ല അല്ലെങ്കിൽ അയാളുടെ ക്വാളിറ്റി അയാൾ അത്രമാത്രം വെർത്തല്ല എന്ന് തോന്നുകയാണെങ്കിൽ കാര്യമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ അയാളുടെ ക്വാളിറ്റേറ്റീവ് അസസ്മെന്റ് എടുക്കുന്നു. ബാക്കി എല്ലാ മെത്തേഡുകളിലും ക്വാണ്ടിറ്റിയാണ്, അയാൾ എത്ര വർക്ക് ചെയ്തു, എത്ര സ്റ്റാൻഡേർഡ് എത്രമാത്രം അച്ചീവ് ചെയ്തു, എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കി, അങ്ങനെയാണ് നോക്കുക. ഇതിൽ അങ്ങനെയല്ല, അയാളുടെ ഒരു ക്വാളിറ്റി നോക്കും, വെദർ ഹീസ് വർക്ക്ഫുൾ പേഴ്സൺ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതേസമയം ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, മറ്റുള്ള മെത്തേഡുകൾ പോലെ തന്നെ ഈ മെത്തേഡിലും എന്തുണ്ടെന്നാണ് പറയുന്നത്, സബ്ജക്റ്റീവ് അപ്രോച്ച് ഓഫ് ദി അപ്രൈസർ. അപ്രൈസറിന് വേണമെങ്കിൽ അയാൾക്ക് ഫേവറുള്ള ആളെ കുറിച്ച് എന്ത് ചെയ്യാം, എഴുതി അങ്ങോട്ട് പിടിപ്പിക്കാം. നിങ്ങൾ കിട്ടാത്ത എസ് എഴുതി പിടിപ്പിക്കില്ലേ, അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ എഴുതി പിടിപ്പിക്കാം. ഇന്നാൾ ഇന്നതായിരുന്നു. ആരും നമുക്ക് ലോങ് ആവുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈച്ച് ആൻഡ് എവറി പോയിന്റ് ആരും വായിക്കാനായിട്ട് പോകുന്നില്ല അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഇതൊരു വളരെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഫേവറിറ്റിസം കയറി അപ്രൈസർ ഒരു മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു എസ് ഐ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുള്ളത്, ദി അപ്രൈസർ വിൽ നോട്ട് ബി ഏബിൾ ടു നോട്ട് ഡൗൺ ഓൾ ദി ആസ്പെക്ട്സ് ഓഫ് ദി പെർഫോമൻസ് ഓഫ് ദി എംപ്ലോയി. ശരിയല്ലേ? ഒരു ലോങ് എസ് ഐ തയ്യാറാക്കുന്ന സമയത്ത് അയാളുടെ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് എന്താ എഴുതി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നു പോകാം, കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഇല്ലാത്ത എഴുതി ചേർക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ അയാൾക്ക് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരാനുള്ള ബാഡ് ക്വാളിറ്റീസ് ആണ് അല്ലെ. നമ്മളെപ്പോഴും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറേ നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു
ഒരു പൊട്ട കാര്യം, ഒരു ബാഡ് കാര്യം ചെയ്തതാണ് കൂടുതലാണല്ലോ ഓർത്തിരിക്കുക. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സുകളൊന്നും ഓർത്ത് വെച്ചുകൊണ്ട് അപ്രൈസർക്ക് ഇയാളെ കുറിച്ചൊരു എസ്സേ അല്ലെങ്കിൽ ഒരു റിട്ടേൺ ഡിസ്ക്രിപ്ഷൻ എഴുതി തയ്യാറാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അയാളുടെ നല്ല ക്വാളിറ്റീസ് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, വിട്ടുപോകാം. അങ്ങനെ വിട്ടുപോകുമ്പോൾ അയാളുടെ എന്തെങ്കിലും വരും, പ്രൊമോഷനിലും ട്രാൻസ്ഫറിലും പേ ഇൻക്രീസിലൊക്കെ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ? ഇതാണ് എസ്സേ മെത്തേഡിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, then we shall discuss about the next method, that is cost accounting method. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ആലോചിക്കുക, അതിൽ വരുന്ന ചെലവ്, അതാണ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡിൽ പറയുന്നത്? ദിസ് മെത്തേഡ് assumes that the performance of the employee and the cost incurred thereof can be measured in monetary terms. ഈ ഒരു മെത്തേഡിൽ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിന്റെ അസംഷൻ എന്താണ്? ഒരു എംപ്ലോയിയുടെ വർക്ക്, അയാൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അയാളുടെ പെർഫോമൻസും ആ ജോലി അയാൾ ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് എത്രയാണ്. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയി ഒരു ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് കുറെ കോസ്റ്റ് വരും അല്ലേ. കമ്പനി അയാൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, കമ്പനികളുടെ വരവ്, ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നുണ്ടാകാം, അയാളുടെ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ്, അതൊക്കെ അയാളുടെ കോസ്റ്റാണ്. ആ കോസ്റ്റും എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, അത് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ സാധിക്കുമെന്ന് അസ്യൂം ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ മെത്തേഡ് എങ്ങനെയാണെന്നാണ് പറയുന്നത്, എംപ്ലോയിയുടെ പെർഫോമൻസും അതുപോലെ തന്നെ അയാൾക്ക് ആ കാര്യം, ആ ഒരു ജോലി അയാൾക്ക് ചെയ്യാൻ വരുന്ന ചെലവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ മണി ടേംസ്. അതാണ് മോണിറ്ററി എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഇത്ര രൂപയാണ്, ഇങ്ങനെയാണ്, ഇത്ര രൂപയ്ക്കുള്ള പണി അയാൾ ചെയ്തു എന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ് ഓഫ് എന്താണ് ഇസ് എ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ക്ലിയർ? എന്താണ് അതിൽ പറയുന്നത്? ഇവിടെ എന്താ ചെയ്യണത് ഈ മെത്തേഡിൽ? ഇറ്റ് ഈസ് എ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കോൺസെപ്റ്റ് ആണ് നോക്കുക, അതിന്റെ കോസ്റ്റും നോക്കും ബെനിഫിറ്റും നോക്കും. ക്ലിയർ? അതായത് ഇപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യാനായിട്ട് 10 രൂപ ചെലവാകുന്നുണ്ട്, പക്ഷെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓൺലി 5 റുപ്പീസ് ആണ്. പിന്നെ ഞാൻ അവിടെ 10 റുപ്പീസ് ചെലവഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് വല്ല ലാഭത്തിനകത്ത് കിട്ടുന്നുണ്ടോ? അപ്പൊ ഇല്ല. അതേസമയം എനിക്ക് അത് ചെയ്യാൻ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 10 റുപ്പീസ് ആണ്, പക്ഷെ അതിന് എനിക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു 15 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അല്ലെ. എനിക്ക് 10 രൂപ ചെലവ് വന്നാലും 10 minus 15 at 5 rupees I will get a profit. അപ്പോൾ അങ്ങനെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ്, in which the cost incurred in relation to an employee is compared with the benefits. ഇത് എന്നാണ് പറയുന്നത്, ഒരു എംപ്ലോയിയുടെ വരുന്ന ചെലവ് അയാൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. ക്ലിയർ? ഇറ്റ് ഈസ് എ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് in which the cost incurred in relation to an employee is compared with the benefits that the organization derived from the particular employee. ആ പെർട്ടിക്കുലർ എംപ്ലോയി ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എത്രമാത്രം ബെനിഫിറ്റ്, ദാറ്റ് ഈസ് ഓർഗനൈസേഷനൊക്കെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ബിസിനസിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് തന്നെയാണ് അല്ലെ. എത്രമാത്രം പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് കമ്പയർ, എന്നിട്ട് അത് കിട്ടുന്നതും അയാൾക്ക് വേണ്ടി വന്ന ചെലവും, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ആണിതെന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്. ക്ലിയർ ആയോ? അതിലിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്താണ് ഇവിടെ നമ്മളെ കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. കോസ്റ്റും ബെനിഫിറ്റും നമ്മൾ റേഷ്യോ ഉണ്ടായിരിക്കാം. എപ്പോഴും ആലോചിച്ച് വെക്കുക, ബെനിഫിറ്റ് ഷുഡ് ബി ഹൈ, കോസ്റ്റ് ഷുഡ് ബി എന്താണ് ലോ ആയിരിക്കണം, എന്നാലാണ് ശരിയാവുള്ളൂ. അല്ലാതെ കോസ്റ്റ് ഹൈയും ബെനിഫിറ്റ് ലോവും ആയിട്ടുണ്ടെങ്കിൽ അത് വർത്ത്ലെസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ അഡ്വാൻറ്റേജ് ഒന്നും നമുക്ക് എടുത്ത് പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. പിന്നെ വരുന്നത് എന്താണ് നെക്സ്റ്റ്, the final one, that is the last one in the traditional method is group appraisal. എന്താണ് ഗ്രൂപ്പ് അപ്രൈസൽ? ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കുക, കുറച്ച് ആളുകൾ ഉണ്ടാവും കേട്ടോ. The performance of the employee is evaluated by a group of persons. ഇവിടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ആരെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനി ആരൊക്കെ ആയിരിക്കും ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക? ദ ഗ്രൂപ്പ് കംപ്രൈസസ് ഓർ കൺസിസ്റ്റ് ഓഫ് സൂപ്പർവൈസർ ഉണ്ടാകും അല്ലെ, അവരെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളുണ്ടായിരിക്കും. 3 or 4 എക്സ്പേർട്സുകൾ, 3 or 4 എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ആ ഒരു ഫീൽഡിൽ എക്സ്പേർട്സുകൾ ഉണ്ടായിരിക്കാം. അവർ ഒന്നെങ്കിൽ കമ്പനിയിൽ നിന്ന് തന്നെ സെലക്ടഡ് ഇന്റേണലി എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ കമ്പനിയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ എവിടെ നിന്നായിരിക്കും, ഓർ ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഓർഗനൈസേഷന് പുറത്തുനിന്ന് ആരെങ്കിലും ഒരു പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട്, ഒരു റെമ്യൂണറേഷൻ ഒക്കെ കൊടുത്തിട്ട് ആളുകളെ കൊണ്ടുവന്നിട്ട് അവരെ എന്ത് ചെയ്യും, അവരൊക്കെ കൂടി ചേർന്നൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതാണ് പറയണത്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഓരോ ഈച്ച് ആൻഡ് എവറി എംപ്ലോയിനെ അസസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ സൂപ്പർവൈസർ എന്താ ചെയ്യുക എക്സ്പ്ലെയിൻ ഗ്രൂപ്പിന്. അപ്പോൾ ഈ ഗ്രൂപ്പ് പുറമെന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കില്ലേ, അപ്പോൾ പുറമെന്ന് വരുന്ന ആളുകൾക്ക് ഈ ഗ്രൂപ്പിന് എന്ത് ചെയ്യും, ജോബിന്റെ നേച്ചർ എന്താണ്, നിങ്ങൾ ടെക്സ്റ്റിൽ കാണാം, ഇത് ചെയ്യേണ്ട എംപ്ലോയിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ആ എംപ്ലോയിക്ക് എത്ര സ്കില്ലുണ്ട്, ആ എംപ്ലോയി എത്ര കാലത്തെ എക്സ്പീരിയൻസ് ആ എംപ്ലോയിക്കിൻ്റെ, ഇതൊക്കെ ആദ്യം ഈ ഗ്രൂപ്പിന് പറഞ്ഞു കൊടുക്കും. അല്ലാതെ വെറുതെ അവരെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്നതാണ് ജോലിയുടെ നേച്ചർ, ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ഇത്രമാത്രം സ്കില്ലുള്ള വ്യക്തിയാണ്, അയാളുടെ ക്വാളിഫിക്കേഷൻ ഇന്നതൊക്കെയാണ്. ക്ലിയർ. അപ്പൊ അത് ഒരു ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആള് ചെയ്യുന്ന വർക്കും ഒരു ലോ ക്വാളിഫിക്കേഷൻ ഉള്ള ആളും ചെയ്യുന്ന വർക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി ഗ്രൂപ്പിന് എന്ത് ചെയ്യും, ആദ്യം ഇവരെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനും ഈ ഗ്രൂപ്പിന് കൊടുക്കും. ആ ഇൻഫോർമേഷന്റെ ബേസിസിലാണ് എന്ത് ചെയ്യാം, ഈ ഗ്രൂപ്പ് ഓരോ എംപ്ലോയിനെയും എന്ത് ചെയ്യുന്നത്, അപ്രൈസൽ നടത്തുന്നത് അഥവാ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ. എന്താണെന്നാണ് പറയുന്നത്, ദ ഗ്രൂപ്പ് അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഇവാലുവേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടായിരിക്കും, സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും, 3 or 4 എക്സ്പേർട്സുകൾ ഐദർ ഫ്രം ഇന്റേണൽ ഓർ ഐദർ ഫ്രം എക്സ്റ്റേണൽ, അല്ലെങ്കിൽ ബോത്തിൽ നിന്നുണ്ടായിരിക്കും. ദാറ്റ് ഗ്രൂപ്പ് ദെൻ ഡിസ്കസസ് ദി ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദി എംപ്ലോയി ഇൻ കമ്പാരിസൺ വിത്ത് ദി സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, എന്താണ് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് ആ എംപ്ലോയി ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുക. ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതും നമ്മുടെ പ്രോസസ് ഓർമ്മയില്ലേ, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതും ഈ ഒരു വർക്കർ അല്ലെങ്കിൽ എംപ്ലോയി ആക്ച്വലി എത്ര അച്ചീവ് ചെയ്തത് എന്നുള്ളത് എന്ത് ചെയ്യുന്നു, അതൊന്ന് കമ്പയർ ചെയ്യും. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ഗ്രൂപ്പ് ഒരു ഡിസ്കഷൻ നടത്തും ആൻഡ് സജസ്റ്റ് ദ മെഷർ ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ദി പെർഫോമൻസ്. അപ്പോൾ ഓൾറെഡി ആ ഒരു സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം, ഒന്നുമില്ല, നത്തിങ്, അവിടെ ഒന്നും നടക്കുന്നില്ല, കുഴപ്പമില്ല, എംപ്ലോയി ആസ് പെർ അക്കോർഡിംഗ് ടു ദി സ്റ്റാൻഡേർഡ് വെച്ച് തന്നെയാണ് പോകുന്നത്. ഇഫ് ഹി ഈസ് നോട്ട്, ദ എംപ്ലോയി നോട്ട് അച്ചീവ് ടു ദി എന്താണ് സ്റ്റാൻഡേർഡ് സെറ്റ്, അതിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ അത് എന്തുകൊണ്ടാണ് എത്താത്തത്, എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ള അതിനുള്ള എന്ത് ചെയ്യും, ആ ഇംപ്രൂവ്മെന്റ്, അയാൾക്ക് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇംപ്രൂവ്മെന്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനുള്ള മെഷേഴ്സ് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ഈ ഗ്രൂപ്പ് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. കണ്ടോ, ആൻഡ് സജസ്റ്റ് ദ മെഷേഴ്സ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ദ പെർഫോമൻസ് ഇഫ് നീഡഡ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, വളരെ ബിലോ സ്റ്റാൻഡേർഡിലൊക്കെയാണ് എംപ്ലോയീസിന്റെ വർക്കിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ അവർ ഓക്കെ, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്, യു ഹാവ് ടു മേക്ക് ആൻ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ് അതിന് നമുക്ക് എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് ചിലത് കിട്ടില്ല, അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു നിങ്ങൾ ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്ക്, ഇങ്ങനെ അങ്ങനെ ഇല്ലേ, ആവശ്യമുള്ള കുട്ടികൾക്ക് മാത്രം, അല്ലെങ്കിൽ ആവശ്യമുള്ള സന്ദർഭം വന്നാൽ മാത്രം നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും ഇല്ലേ. അപ്പൊ അത് അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡ്. ക്ലിയർ. അപ്പൊ ഇത്രയോട് കൂടി നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സുകൾ കഴിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ട്രഡീഷണൽ മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്, ദാറ്റ് വാസ് ഫസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി പെർഫോമൻസ് ടെസ്റ്റ് ആൻഡ് ഒബ്സർവേഷൻ മെത്തേഡ് പറഞ്ഞു, കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സ് പറഞ്ഞു, SA മെത്തേഡ് പറഞ്ഞു, കോസ്റ്റ് അക്കൗണ്ടിംഗ് മെത്തേഡ് പറഞ്ഞു, ആൻഡ് ഗ്രൂപ്പ് അപ്രൈസൽ മെത്തേഡ്. ക്ലിയർ. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി മോഡേൺ മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ട്രഡീഷണൽ മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് മോഡേൺ മെത്തേഡ്സ്. അപ്പോൾ മോഡേൺ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതായത് കുറച്ച് ഈ അടുത്തൊക്കെ റീസെൻ്റ്ലി ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളതായിരിക്കും, ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള മെത്തേഡ്സുകളായിരിക്കും മോഡേൺ മെത്തേഡ്സ്. അപ്പോൾ നമുക്ക് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ 4 മോഡേൺ മെത്തേഡ്സ് ആണ്. 4 മോഡേൺ മെത്തേഡ്സുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ ഒരു സ്ലൈഡ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിരുന്നു കേട്ടോ, MBO എന്ന് പറയും. പിന്നെ ഒന്ന് സൈക്കോളജിക്കൽ അപ്രൈസൽ ഉണ്ട്, തേർഡ് ഈസ് അസസ്മെന്റ് സെന്റർ, ആൻഡ് ഫോർത്ത് ഈസ് 360 ഡിഗ്രി. അതാണ് നമ്മൾ ഈ 4 മോഡേൺ മെത്തേഡ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഇസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളതാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ മോഡേൺ മെത്തേഡിലേക്ക് പോകാം അല്ലേ. അതാണ് ഫസ്റ്റ് ഈസ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, ആൻഡ് ഇറ്റ് ഈസ് എന്താണ് and short form is MBO, that you are already familiar with this term ആയിരിക്കും. നിങ്ങളുടെ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സിലൊക്കെ MBO പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്കത് കേട്ട് പരിചയമുള്ള ടേമാണ് MBO എന്ന് പറയുന്നത്. അതൊരു അപ്രൈസൽ മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് മീൻസ് എന്താണ് ഈ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലേയിങ് ഒബ്ജക്റ്റീവ് ഓർ ടാർഗറ്റ്സ് ഓഫ് പെർഫോമൻസ്. എന്താണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു, ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആൻഡ് പെർഫോമൻസ് ഈസ് റേറ്റഡ് ബേസ്ഡ് ഓൺ ദി അച്ചീവ്മെന്റ് ഓഫ് ദീസ് ഒബ്ജക്റ്റീവ്സ്. എന്നിട്ട് നമ്മൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഈ ടാർഗറ്റ് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ എത്രമാത്രം അച്ചീവ് ചെയ്യുന്നു അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു, നമ്മളെ റേറ്റ് ചെയ്യുന്നു. അതാണ് ഈ ഒരു മോഡേൺ മെത്തേഡ്. ഇപ്പം മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നൊക്കെ റീസെന്റ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും.
അതാണ് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു. ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതനുസരിച്ചിട്ട് ദാറ്റ് ഈസ് നമുക്ക് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് നമ്മുടെ മുന്നിൽ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തോ എന്നതിന്റെ ബേസിസിൽ നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇറ്റ് മീൻസ് ലേയിങ് ഒബ്ജക്റ്റീവ്സ് ഓർ ടാർഗറ്റ്സ്. കണ്ടോ, ഒരു ഒബ്ജക്റ്റീവോ ടാർഗറ്റോ സെറ്റ് ചെയ്യുന്നു ഓഫ് പെർഫോമൻസ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ദ പെർഫോമൻസ് ഈസ് റേറ്റഡ് ബേസ്ഡ് ഓൺ ദി അച്ചീവ്മെന്റ്. ആ ഒബ്ജക്റ്റീവ് നമ്മൾ എത്രമാത്രം അച്ചീവ് ചെയ്തു എന്നതിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു? നമ്മളെ റേറ്റ് ചെയ്യുന്നു. ക്ലിയർ? ഈ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ദാറ്റ് ഈസ് അതിനെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. MBO പ്രോസസ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് സ്റ്റെപ്സ്. അതായത് ഒരു 5 സ്റ്റെപ്പിലാണ് ഈ MBO എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ ഇവാലുവേഷൻ പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് എന്ത് ചെയ്യാം? നടപ്പിലാക്കാം. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പൊ അതിൽ ആദ്യം ചെയ്യുന്ന പണി എന്താണ്? ഓർഗനൈസേഷന്റെ, ശ്രദ്ധിക്കാട്ടോ, നമ്മുടെ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ എന്ത് ചെയ്യുന്നു? ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നമ്മൾ എന്ത് കാര്യം സെറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എന്താണ്? നമ്മളിപ്പോ LKG ക്ലാസ്സിൽ ചേരുമ്പോൾ നമ്മൾ വെറുതെ LKG കഴിഞ്ഞിട്ട് പോരാനല്ല, നമ്മുടെ മുന്നിൽ ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ് എടുക്കുന്നുണ്ട്. ദാറ്റ് വി ഹാവ് ടു, ആ ഒരു പ്രായത്തിൽ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ലെങ്കിലും നമ്മൾ പഠിച്ച് ഓരോ സ്റ്റെപ്പും കയറി വരുന്നത് എന്താണ്? വി ഷുഡ് ഗെറ്റ് ആൻ എംപ്ലോയ്മെന്റ്, അല്ലെ? നമുക്ക് ലോകത്ത് നന്നായി ജീവിക്കണം, വി ഷുഡ് ഹാവ് എ ഗുഡ് കരിയർ ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അതേപോലെ തന്നെ ഓരോ ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഏറ്റവും ആദ്യത്തെ MBOയിൽ വരുന്ന സ്റ്റെപ്പാണ് ഒരു ഓർഗനൈസേഷന്റെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. വെദർ ഇറ്റ് മേ ബി എന്താണ്? ഇനി സോഷ്യൽ സർവീസുകളായിരിക്കാം, ഓർ ഇനി മേ ബി മാർക്കറ്റ് ഇത്ര പെർസെന്റേജ് മാർക്കറ്റ് പിടിച്ചെടുക്കണം എന്നുള്ളതായിരിക്കാം. എനിവേ എന്തായാലും അതിനൊരു ലോങ് ടേം ഒബ്ജക്റ്റീവ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. സെക്കൻഡ് ചെയ്യുന്നത് എന്താണ് സ്റ്റെപ്പ് MBOയില്? എസ്റ്റാബ്ലിഷിംഗ് തന്നെയാണ്. എന്താണ് ചെയ്യുന്നത്? ഷോർട്ട് ടേം ഗോൾസ്. അപ്പൊ അത് ഓർഗനൈസേഷന് വേണ്ടി ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഷോർട്ട് ടേം ഗോൾസ് ഓർ ടാർഗറ്റ്സ്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഓരോ സബോർഡിനേറ്റ്സിനും വേണ്ടി. അതായത് നമ്മൾ ആ ജോലിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഓരോരോ ചെറിയ ചെറിയ ഗോൾസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നു. ഇവരെല്ലാവരും കൂടി ഷോർട്ട് ടേം ഗോൾസുകളോ ടാർഗറ്റുകളോ അച്ചീവ് ചെയ്യുമ്പോഴാണ് ഓവറോൾ എന്താണ് അച്ചീവ്മെന്റ് ഓഫ് ദി ലോങ് ടേം ഒബ്ജക്റ്റീവ്സിലേക്ക് പോകുള്ളൂ. അപ്പൊ രണ്ടാമത്തെ എന്താണ്? ഷോർട്ട് ടേം ഗോൾസ് ഓഫ് ടാർഗറ്റ്സ് ഫോർ ഈച്ച് സബോർഡിനേറ്റ്. ഓരോ ജോലിക്കാരനും അല്ലെങ്കിൽ ഓരോ തൊഴിലാളിക്കും അല്ലെങ്കിൽ ഓരോ സബോർഡിനേറ്റിനും എന്ത് ചെയ്യുന്നു? ഓരോ ഷോർട്ട് ടേം ഗോൾസുകൾ സെറ്റ് ചെയ്യുന്നു. പിന്നെന്താണ് മൂന്നാമത് ചെയ്യുന്നത്? മൂന്നാമത് ചെയ്യുന്ന സ്റ്റെപ്പാണ് MBOയില്, ദാറ്റ് ഈസ് മെഷറിംഗ് ദ പെർഫോമൻസ് ഓഫ് സബോർഡിനേറ്റ്സ്. ഇനി എന്ത് ചെയ്യും? സബോർഡിനേറ്റ്സ് എത്രമാത്രം പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ഷോർട്ട് ടേം ഗോൾ കൊടുത്തിട്ടുണ്ട്. ആ ഷോർട്ട് ടേം ഗോൾ അല്ലെങ്കിൽ ടാർഗറ്റിലേക്ക് അവർ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു. Then the fourth step is എന്താണ്? Comparing their actual performance with the goals and targets. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള മെഷർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആക്ച്വൽ പെർഫോമൻസ് എത്രയാണെന്നുള്ളത് കിട്ടും, അല്ലെ? ആ ആക്ച്വൽ പെർഫോമൻസ് എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? ദാറ്റ് ഈസ് അവരുടെ ഷോർട്ട് ടേം ഗോൾസ് അഥവാ ടാർഗറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അങ്ങനെ കമ്പയർ ചെയ്താൽ എന്തിലേക്ക് അൾട്ടിമേറ്റ്ലി എത്തുള്ളൂ? ലോങ് ടേം ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തുള്ളൂ. അപ്പൊ അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് ന്യൂ ഗോൾസ് ഫോർ എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ്. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ പെർഫോമൻസ് നോക്കിയിട്ട് ഓരോ എംപ്ലോയീസിന് എന്ത് ചെയ്യും? പുതിയ പുതിയ ഗോൾസുകൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ പുതിയ ചെറിയ ചെറിയ ഗോൾസുകൾ കൊടുത്ത് ആണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അൾട്ടിമേറ്റ്ലി ദ കമ്പനി വിൽ അച്ചീവ് ഇറ്റ്സ് എന്താണ്? ഓവറോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു നല്ല എന്താണ് ഒരു ഹൈ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന എംപ്ലോയിക്ക് ആണെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യാം? ന്യൂ ഗോൾസ് അസൈൻ ചെയ്ത് കൊടുക്കാം, അല്ലെ? ഒരു ആവറേജിനാണെങ്കിൽ പോലും കൊടുക്കാം. ഒരു ബിലോ ആവറേജിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ ഗോൾസുകളെ കൊടുക്കില്ല. അപ്പൊ അതാണ് അവരുടെ എന്തെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് അവിടെ. അപ്പൊ ആ പുതിയ ഗോൾസ് കിട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യാം? എംപ്ലോയീസിന് ദാറ്റ് ഈസ് അവിടെ ഒരു പെർഫോമൻസ് അപ്രൈസൽ നടക്കുകയാണ്. പുതിയ ഗോൾസ് ആർക്കേ കൊടുക്കുള്ളൂ? നന്നായി പ്രവർത്തിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സിന്റെ 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? ഈ മെത്തേഡ് എന്തിന് യൂസ്ഫുൾ എന്നാണ് പറയുന്നത്? ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് ഓഫ് മാനേജറിയൽ പേഴ്സൺസ്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളികൾക്കല്ല ഇത് കൂടുതൽ കൊടുക്കുന്നത്. ഈ ഒരു മെത്തേഡ് സാധാരണ അപ്പൊ മോഡേൺ മെത്തേഡ്സ് ഒക്കെ കൂടുതൽ എംപ്ലോയീസിനേക്കാൾ കൂടുതൽ മാനേജറിയൽ പൊസിഷനിലുള്ള ആളുകളെ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ മാനേജ്മെന്റ് അതിന്റെ പേര് തന്നെയൊക്കെ ശ്രദ്ധിക്കുക, മാനേജ്മെന്റ് ആണ് കേട്ടോ. മാനേജ്മെന്റ് ബൈ മാനേജ്മെന്റിന് ഓരോ, അതായത് മാനേജേഴ്സിന് ഓരോ, മാനേജറിയൽ പേഴ്സൺസിന് ഓരോ ടാർഗറ്റ് കൊടുക്കും. അപ്പൊ ഈ മെത്തേഡ് സാധാരണയായിട്ട് യൂസ് ചെയ്യണത് മാനേജറിയൽ പേഴ്സൺസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനാണ്.
പിന്നെ ഇതെവിടെ എന്തിനു വേണ്ടി യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്? ഇറ്റ് ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ഫോർ ഇവാലുവേറ്റിംഗ് സബോർഡിനേറ്റ്സ്. ഈ സബോർഡിനേറ്റ് നേരത്തെ പറഞ്ഞ പോലെ സബോർഡിനേറ്റ്സിന്റെ പെർഫോമൻസും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. ഹൂസ് പെർഫോമൻസ് ഈസ് മെഷറബിൾ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. അതായത് സബോർഡിനേറ്റ്സിന്റെ പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് ഇത്ര എന്ന് ക്വാണ്ടിറ്റി എന്താണ് ഈ നമ്പേഴ്സിൽ അല്ലെ, ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ ദാറ്റ് ഈസ് എന്ത് ചെയ്യാം, മെഷറബിൾ ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനും എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഈ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് അഥവാ MBO എന്നുള്ള ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, അപ്പൊ അതാണ് ദാറ്റ് ഈസ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ഗെറ്റ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ അബൌട്ട് MBO എന്ന് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, then we can go to the second modern technique, that is modern method, psychological appraisal. പേര് പോലെ തന്നെ കുറച്ച് സൈക്കോളജിക്കലി ഒരു എംപ്ലോയിനെ അല്ലെങ്കിൽ ഒരു ആളുകളെ അറിയാനായിട്ട് ശ്രമിക്കുക, അതാണ് ഈ ഒരു അപ്രൈസൽ. അതാണ് ഇതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനെ മോഡേൺ മെത്തേഡ്സ് എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുന്നത്. നമുക്ക് നോക്കാം ഇതിൽ എന്താണെന്നുള്ളത്. This method is directed to assess the employee potential for the future performance rather than the past one. അപ്പൊ ഇത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ടല്ല ഇവിടെ ചിന്ത. എന്താണ്? ഫ്യൂച്ചർ പെർഫോമൻസ് ആ എംപ്ലോയി എത്രമാത്രം കാഴ്ചവെക്കും, എത്രമാത്രം പെർഫോം ചെയ്യും, അതാണ് എന്ത് ചെയ്യുന്നത് ഈ സൈക്കോളജിക്കൽ അപ്രൈസലിൽ നോക്കുന്നത്. കഴിഞ്ഞു പോയത്, അതായത് കഴിഞ്ഞു പോയത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ളതാണ്. ഇനി ഫ്യൂച്ചറിൽ എന്താണ്, വാട്ട് ക്യാൻ ബി ഡു ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് ദെയർ ജോബ്, അതിനു വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ്? അസസ് ദി എംപ്ലോയി പൊട്ടൻഷ്യൽ ഫോർ ദി ഫ്യൂച്ചർ പെർഫോമൻസ് റാദർ ദാൻ ദി പാസ്റ്റ് വൺ. ഇനി എങ്ങനെയാണ് ഈ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിൽ കാര്യങ്ങൾ ചെയ്യണത്? ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ഫോം ഓഫ്, എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻഡെപ്ത് ഇന്റർവ്യൂസ്. അപ്പോൾ ഒരു സൈക്കോളജിക്കലി ആണ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ആളുകളെയും വിളിച്ച് അവരെന്ത് ചെയ്യും, ഇൻഡെപ്ത് ആഴത്തിലുള്ള ഇന്റർവ്യൂസ് നടത്തിക്കൊണ്ട് ഈ ഒരു അപ്രൈസൽ നടത്താനായിട്ട് സാധിക്കും. പിന്നെ എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തുക, GD എന്ന് പറയും നമ്മൾ കേട്ടോ, ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് BCom ഒക്കെ കഴിഞ്ഞ് ഒരു MBA ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അപ്പിയർ ഫോർ എ GD വേണമെന്ന് പറയും, ഗ്രൂപ്പ് ഡിസ്കഷൻസ്. അതായത് നമുക്ക് അവിടെ ഒരു എന്താ പറയാ, ഒരു ഫിയറും ഇല്ലാതെ ഒരു സ്റ്റേജിൽ എഴുന്നേറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുള്ള നിങ്ങളുടെ ചെറിയ സ്റ്റെപ്പുകളാണ് നിങ്ങൾക്ക് തരുന്ന സെമിനാറുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ GD ഗ്രൂപ്പ് ഡിസ്കഷൻസ് വഴി എന്ത് ചെയ്യാം, ഈ ഒരു അപ്രൈസൽ നടത്താം. പിന്നെ ഏതാണ്, ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. അപ്പൊ നമുക്ക് ഇൻ ഡീറ്റെയിലേക്ക് നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസ് അല്ല, പക്ഷെ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നടത്താം. പിന്നെ എന്താണ്, കോമ്പിനേഷൻ ഓഫ് അതർ മെത്തേഡ്സ്. ഇതൊന്നും കൂടാതെ വേറെ കുറെ മെത്തേഡ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അതിന്റെ എല്ലാം കൂടി ഒരു കമ്പയർ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡെപ്ത് ഇന്റർവ്യൂയും GD യും സൈക്കോളജിക്കൽ ടെസ്റ്റും ഒക്കെ കൂടി ഒന്നിച്ച് വേണമെങ്കിലും നടത്തിക്കൊണ്ട് ഒരു എംപ്ലോയിയുടെ എന്താ അറിയാമെന്നാണ് പറയുന്നത്, സൈക്കോളജിക്കൽ അപ്രോച്ച് അറിയാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. ഈ ഒരു രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യണത്, ഈ സൈക്കോളജിക്കൽ അപ്രോച്ച് വഴി എംപ്ലോയിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അപ്രൈസൽ നടത്തുന്നത്. ഇനി എന്താണ് അതിൽ പറയണത്? ഇനി ഈ എന്തൊക്കെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിലാണ് ഈ ഇൻഡെപ്ത് ഇന്റർവ്യൂവും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ പറയുന്ന ഗ്രൂപ്പ് ഡിസ്കഷനും സൈക്കോളജിക്കൽ ടെസ്റ്റും ഒക്കെ നടത്തുന്നത്? അതായത് ആ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ അയാളുടെ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് നടത്തുന്നു. അയാളുടെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നു, അയാളുടെ മോട്ടിവേഷൻ ടെസ്റ്റ് ചെയ്യുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ടെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിലാണ് ഒരു അസസ്മെന്റ് നടത്തുക? അവരുടെ ഇന്റലിജൻസ്, ദാറ്റ് ഇസ് ബുദ്ധി നോക്കും. ആറ്റിറ്റ്യൂഡ് എന്താണ്, എങ്ങനെയാണ് ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്. മോട്ടിവേഷൻ, ഹൗ ദേ ആർ മോട്ടിവേറ്റഡ് ബൈ എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി, എത്രമാത്രം അവർക്കൊരു ഒരു ജോലി ചെയ്യാനായിട്ട് അവർ എത്രമാത്രം എന്താണ് ഉത്സുകരാണ്, അല്ലെങ്കിൽ എന്താ ഉത്സുകരം എന്നല്ല പറയാം, അവർക്ക് എത്രമാത്രം അതിലൊരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം പ്രോത്സാഹനം അവർക്കുണ്ട്, അവർ എത്രമാത്രം അത് അവരെ എത്രമാത്രം അത് മോട്ടിവേറ്റ് ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ദെയർ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഈ പറയുന്ന സൈക്കോളജിക്കൽ ആസ്പെക്ട്സുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന അസസ്മെന്റ് നടത്തുക. ക്ലിയർ ആയോ? ഓക്കെ, എന്താണെന്നാണ് പറയുന്നത്? ഈ മെത്തേഡിനെ കുറിച്ച് തന്നെ പറയാണ്. സൈക്കോളജിക്കൽ അപ്രൈസൽ ഈസ് യൂസ്ഫുൾ ഫോർ ഇവാലുവേഷൻ ഓഫ് പൊട്ടൻഷ്യൽ യങ് എംപ്ലോയീസ്. അപ്പൊ ഈ ഒരു മെത്തേഡ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത് യങ് എംപ്ലോയീസ്, അതായത് നമ്മൾ ചെറുപ്പം, അപ്പൊ നിങ്ങളെ പോലെ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് ജോലിക്ക് ചേരില്ല, അപ്പൊ നിങ്ങളെ പോലുള്ള അല്ലാതെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കല്ല ഇത് നടത്തുന്നത്. യങ് എംപ്ലോയീസിനും
അതുപോലെ തന്നെ എന്താണെന്നാണ് പറയുന്നത്, ആൻഡ് മാനേജേഴ്സ് ഹു ഹാവ് ഹൈ മോട്ടിവേഷൻ ആൻഡ് കരിയർ പ്ലാൻസ്. അതായത് ചെറുപ്പക്കാർക്കായിരിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടണം, ഹൈ മോട്ടിവേഷൻ ഉണ്ട്, അവർക്കൊരു സ്പിരിറ്റ് ഉണ്ടാവാം ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അതുപോലെ അവർക്ക് നല്ലൊരു കരിയർ പ്ലാൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള യങ് എംപ്ലോയീസിനും യങ് മാനേജേഴ്സിനാണ് എന്ത് ചെയ്യണത്, ഈ പറയുന്ന സൈക്കോളജിക്കൽ അപ്രൈസൽ വഴി പെർഫോമൻസ് ഇവാലുവേഷൻ അഥവാ പെർഫോമൻസ് അപ്രൈസൽ നടത്താമെന്നാണ് പറയുന്നത്. ക്ലിയർ? പിന്നെ ഇത് മനസ്സിലാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റുകളൊക്കെ നടത്താൻ സാധാരണ ഒരു പേഴ്സണ് സാധിക്കില്ല. കാരണം സൈക്കോളജി നമുക്ക് ആർക്കെങ്കിലും സൈക്കോളജി അറിയില്ല. അപ്പൊ അതിന് വേണ്ടി എപ്പോഴും എന്തുണ്ടാവും എന്നാണ് പറയുന്നത്, എക്സ്പേർട്സുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു കമ്പനിയിൽ ഒരു സൈക്കോളജിസ്റ്റ് ഒക്കെ ഇതിന് വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ദൈവം അപ്പോയിന്റ് വലിയ വലിയ കമ്പനീസിലൊക്കെ ഉണ്ടായിരിക്കും. അതായത് അവരെങ്ങനെയാണ് സൈക്കോളജിക്കൽ അവരെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയാനായിട്ട്. ഇത് ഒരിക്കലും ഒരു സാധാ ഒരു അപ്രൈസർക്കോ സൂപ്പർവൈസർക്കോ നടത്താൻ പറ്റില്ല. ഈ ടെസ്റ്റ് എപ്പോഴും നമ്മൾ എക്സ്പേർട്സിനെ യൂസ് ചെയ്തിട്ടോ സൈക്കോളജിസ്റ്റുകളെ ആണ് ഈ ഒരു ജോലി ഏൽപ്പിക്കുക. അതും നല്ല പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൊണ്ട് തന്നെയാണ് ഈ ഒരു അപ്രൈസൽ മെത്തേഡ് എന്ത് ചെയ്യാം, നടപ്പിലാക്കുക. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ 2 ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, സൈക്കോളജിക്കൽ അപ്രൈസൽ.